ഹായ് ഫ്രണ്ട്സ്, പവിത്രത്തിൻ്റെ ഏറ്റവും പുതിയ പ്രമോവിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വിനായകനെ വിളിച്ചിട്ട് പണമൊക്കെ ഓഫർ ചെയ്തിട്ടുണ്ട്. അപ്പം അതുപോലെ തന്നെ വിക്രത്തിനെ വിളിച്ചിട്ടും പണം ഓഫർ ചെയ്യുന്നുണ്ട് കേട്ടോ. ഒരു 15 ലക്ഷം രൂപയൊക്കെ വിക്രത്തിന് കൊടുക്കുന്നുണ്ട്, വേദന തിരികെ കൊണ്ട് ഏൽപ്പിക്കാനായിട്ട്. പണത്തിന് വേണ്ടി എന്തും ചെയ്യുന്നവരാണ് വിക്രം എന്നൊക്കെ ഉള്ളൊരു തെറ്റിദ്ധാരണയിലാണ് കേട്ടോ അവരങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും വിക്രത്തിൻ്റെ അച്ഛൻ അതൊന്നും അറിഞ്ഞിട്ടില്ല. എങ്കിലും ആ ഒരു പണം അച്ഛൻ തന്നതാണെന്ന് പറഞ്ഞിട്ടാണ് ശ്രീകാന്ത് വിക്രത്തിനെ ആ ഒരു പണമൊക്കെ ഏൽപ്പിക്കുന്നത്. വിക്രമാണെന്നുണ്ടെങ്കിൽ ആ പണം വാങ്ങിച്ച് നേരെ വീട്ടിൽ പോകുമ്പോൾ അവർ വിചാരിക്കും വേദന തിരിച്ചേൽപ്പിക്കുന്നു. അങ്ങനെ ആ ഒരു പണം വേദന കയ്യിൽ തന്നെ കൊണ്ടു കൊടുക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ഞാനൊരു ഗുണ്ട തന്നെയാണ്, പക്ഷേ എങ്കിലും പണത്തിന് വേണ്ടിയിട്ട് പരസ്യമായ ഒരു പെണ്ണിന് വില പറയാൻ മാത്രം തരം താഴ്ന്നവനല്ല ഞാൻ എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ ആ ഒരു പണം കൊടുക്കുന്നത്. എന്നിട്ട് ഈ പണം നിൻ്റെ അച്ഛനെ തന്നെ തിരികെ കൊടുക്കാൻ പറഞ്ഞിട്ട് ആ ഒരു പണം വാങ്ങാണ്. ഇതേ സമയം വിക്രം പണം വാങ്ങുന്ന വീഡിയോ എടുത്തിട്ട് അത് അവർ വേദന കാണിക്കുന്നുണ്ട് കേട്ടോ. വേദന എടുത്ത് വന്നിട്ട് വേദന കാണിക്കുന്നുണ്ട്. എന്നിട്ട് വിക്രത്തിനെ തെറ്റുകാരനാക്കാനായിട്ട് ശ്രമിക്കുകയാണ്. ഇതേ കണ്ടില്ലേ, നിന്നെ തിരിച്ചേൽപ്പിക്കുക എന്ന് പറഞ്ഞിട്ട് അവൻ പണം വാങ്ങിച്ചു എന്നൊക്കെ പറയുകയാണേ. അപ്പോഴാണ് വേദ പറയുന്നത്, ആ പണം വിക്രം എൻ്റെ കയ്യിൽ തന്നെ കൊണ്ട് തന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ആ പണം തിരികെ അച്ഛന് കൊടുക്കുകയാണേ. നിങ്ങളിനി എന്തൊക്കെ ചെയ്താലും എന്നെ വിക്രത്തിൻ്റെ വീട്ടിൽ നിന്ന് തിരികെ കൊണ്ടുവരാൻ കഴിയില്ലെന്ന് പറഞ്ഞിട്ടാണ് വേദ അവിടെ നിന്ന് പോകുന്നത്.